മലപ്പുറത്ത് എം.പി. ഫൈസൽ എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി. ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് അംഗവുമാണ് ഫൈസൽ. മലപ്പുറത്ത് ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റിന് ശേഷമാണ് തീരുമാനം. ലതീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ലതീഷ, സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഒപ്പം അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും. സൗമ്യ, മലപ്പുറം CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലാണ് സ്ഥാനാർത്ഥി സംബന്ധിച്ച ധാരണയായത്. CPIM കേന്ദ്ര കമ്മിറ്റിയുടെ അംഗീകാരത്തോടെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അഡ്വക്കേറ്റ് M.P. ഫൈസലിനെ മലപ്പുറത്തെ LDF സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. M.P. ഫൈസൽ നിലവിൽ ചങ്ങരംകുളം ഡിവിഷനിൽ നിന്നുള്ള ജില്ലാ പഞ്ചായത്ത് അംഗമാണ്. മലപ്പുറം എടപ്പാൾ വട്ടക്കുളം സ്വദേശിയാണ് M.P. ഫൈസൽ. നിരവധി സമര പോരാട്ടങ്ങൾക്ക് യുവജന നേതാവ് എന്നുള്ള നിലയിൽ നേതൃത്വം കൊടുത്ത M.P. ഫൈസലാകെ അറിയപ്പെടുന്ന യുവജന നേതാവാണ്. അതുകൊണ്ട് തന്നെ യുവത്വത്തെ മുൻനിർത്തിയുള്ള ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനാണ് LDF ഇപ്പോൾ M.P. ഫൈസലിനെ തന്നെ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. മലപ്പുറം മണ്ഡലത്തിൽ യുവാക്കൾക്ക് വലിയ പ്രാധാന്യമുണ്ട്, അല്ലെങ്കിൽ യുവാക്കളുടെ വോട്ട് വളരെ നിർണായകമായ ഒരു മണ്ഡലം കൂടിയാണ് മലപ്പുറം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് M.P. ഫൈസലിൻ്റെ സ്ഥാനാർത്ഥിത്വം LDF അംഗീകരിച്ചിരിക്കുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ഇനിയുള്ള ദിവസങ്ങളിൽ 21-ന് പാർലമെൻറ്റ് മണ്ഡലം കൺവെൻഷൻ ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. 23, 24 തീയതികളിലായി അസംബ്ലി മണ്ഡലം കൺവെൻഷനുകൾ പൂർത്തിയാക്കും. 25-ന് തന്നെ സ്ഥാനാർത്ഥിയുടെ ആദ്യഘട്ട പ്രചാരണ പ്രവർത്തനങ്ങൾക്കും തുടക്കമാകും. ഈ തരത്തിലുള്ളൊരു ക്രമീകരണമാണ് ഇപ്പോൾ വരുത്തിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ നയങ്ങൾക്കും അതേപോലെ തന്നെ വർഗീയതയ്ക്കും കോർപ്പറേറ്റ് വൽക്കരണത്തിനും എതിരായ വിധിയെഴുത്താകും ഈ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ ഏറെ പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പ് തന്നെയാണ് മലപ്പുറം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പെന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിക്കൊണ്ട് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറയുകയുണ്ടായി. M.P. ഫൈസലും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്, അട്ടിമറി വിജയം തന്നെയാണ് പ്രതീക്ഷിക്കുന്നതെന്ന് M.P. ഫൈസലും പീപ്പിൾ TVയോട് വ്യക്തമാക്കുകയുണ്ടായി. എന്തായാലും തെരഞ്ഞെടുപ്പ് ചിത്രം മലപ്പുറത്ത് വ്യക്തമായി കഴിഞ്ഞു. LDF സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് M.P. ഫൈസലും UDF സ്ഥാനാർത്ഥിയായി മുസ്ലിം ലീഗ് നേതാവ് P.K. കുഞ്ഞാലിക്കുട്ടിയും അതേപോലെ തന്നെ BJP സ്ഥാനാർത്ഥിയായി ശ്രീപ്രകാശും മത്സരരംഗത്തുണ്ട്. വരും ദിവസങ്ങളിൽ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കും. മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥികൾ ചിത്രത്തിലുണ്ടാവുമോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല. സൗമ്യ, ലതീഷാണ് വിവരങ്ങൾ നൽകിയത്. പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിറവേറ്റുമെന്ന് M.P. ഫൈസൽ. ഇടതുപക്ഷത്തിന് അനുകൂലമായ നിലപാട് മലപ്പുറത്ത് ഉണ്ടാകുമെന്നും ഫൈസൽ പറഞ്ഞു. പുതിയ കാലത്തിനകത്ത് ഇടതുപക്ഷ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന നിലപാടുകൾക്കുള്ള അംഗീകാരം തേടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്. തീർച്ചയായിട്ടും ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുകയും അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് മുസ്ലിം ലീഗ് എടുക്കുന്ന നിലപാടുകളുമെല്ലാം നല്ല രൂപത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, ഇടതുപക്ഷ ജനാധിപത്യത്തിന് വേണ്ടി പ്രതീക്ഷിക്കുന്നത്. ആ നിലക്കുള്ള തെരഞ്ഞെടുപ്പിനകത്ത് നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ മലപ്പുറം ജില്ല ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഒരു ജില്ലയാണ് കേരളത്തിൽ. അതിനനുസൃതമായ യുവാക്കളുടെ എണ്ണവും കൂടുതലാണ്. ആ യുവാക്കളും വിദ്യാർത്ഥികളും ഞങ്ങൾ വലിയ പ്രതീക്ഷയാണ് അർപ്പിക്കുന്നത്. എല്ലാ കാലത്തും യുവത്വം മാറ്റത്തിന് വേണ്ടി നിലകൊണ്ടവരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായും ഒരു മാറ്റം ഈ മലപ്പുറം മണ്ഡലത്തിനകത്ത് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. കോൺഗ്രസിൽ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരെ തെരഞ്ഞെടുപ്പ് വേണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യർ. ഇടത് പാർട്ടികളെ കൂടി ഉൾപ്പെടുത്തി വിശാല സഖ്യം രൂപീകരിച്ചാൽ മാത്രമേ നരേന്ദ്രമോദിയുടെ മുന്നേറ്റം തടയാനാകൂവെന്നും മണിശങ്കർ അയ്യർ. നേതൃതലത്തിൽ അഴിച്ചുപണി നടത്തിയാൽ മാത്രമേ കോൺഗ്രസിന് തിരിച്ചുവരവ് സാധ്യമാകൂവെന്നും മണിശങ്കർ അയ്യർ മനോരമ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ചൂണ്ടിക്കാട്ടി. We have the Antony Introspection Report 1. We have the Antony Introspection Report 2. We have the Antony Introspection Report 3. And before that, there was the Uma Shankar Dikshit report. What we now need to do is act on them. The most fundamental thing to do is to have democratic elections at every single level of the party. It's not unknown to us to have others than the Congress family run our party. മണിശങ്കർ അയ്യറെ തള്ളി വയലാർ രവി. നെഹ്റു കുടുംബത്തെ വിമർശിക്കാൻ മണിശങ്കർ അയ്യർ ആരെന്ന് വയലാർ രവി ചോദിച്ചു. മണിശങ്കർ അയ്യർ കോൺഗ്രസിലേക്ക് ഇടയ്ക്ക് വെച്ച് ഓടിക്കേറിയതല്ലേ. പുള്ളി IAS അതിൻ്റെയൊക്കെ പാസ് നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഹു ടേക്ക് ഹിം സീരിയസ്ലി? നോബഡി വിൽ ടേക്സ് അയ്യർ സീരിയസ്ലി. ഈസ് നോട്ട് ദാറ്റ് എ ബിഗ് കോൺഗ്രസ് ലീഡർ. ആൻഡ് എനിബഡി ക്യാൻ സേ എനിത്തിങ് അബൌട്ട് ദ കോൺഗ്രസ് ലീഡർഷിപ്പ്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ലീഡർഷിപ്പ് സംബന്ധിച്ചോളം ഒരു ബുദ്ധിമുട്ടില്ല. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഞങ്ങൾ തോറ്റിട്ടുണ്ട്, ഞാൻ തോറ്റിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അതൊരു പ്രശ്നമല്ല തോൽവിയുടെ പേരിൽ നേതൃത്വം മാറണം എന്ന് പറയുന്നവർ പരമ്പരാഗതമായ കോൺഗ്രസ് സംസ്കാരം ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ടാണ്.
മണിശങ്കർ അയ്യറിന്റെ നിലപാട് തെറ്റെന്ന് ടോം വടക്കൻ. മണിശങ്കർ അയ്യർ അവസരവാദിയെന്നും കോൺഗ്രസിൽ നേതൃമാറ്റം വേണമെന്ന് മണിശങ്കർ അയ്യർ പറഞ്ഞിരുന്നുവെന്നും ടോം വടക്കൻ. പക്ഷെ മണിശങ്കർ അയ്യർ കയറി ഇതിനെ ഹെഡ്ലൈൻ ഗ്രാബിംഗ് എന്ന് പറയും, അല്ലെങ്കിൽ അമേരിക്കൻ ഒരു കോണ്ടെക്സ്റ്റിൽ പറഞ്ഞാൽ ആംബുലൻസ് ചേസേഴ്സ്. കാരണം ഒരു അപകടം നടന്നോടത്ത് കുറച്ച് കക്ഷികൾ അവരുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണെന്ന് കാണിക്കാൻ അവര് ഹെഡ്ലൈൻ ഗ്രാബ് ചെയ്യും. അതൊക്കെ ഇത് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രാക്ടീസസ് ആണ്. KPCC അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. സംഘടനാ തെരഞ്ഞെടുപ്പ് വഴി ഉമ്മൻചാണ്ടി അധ്യക്ഷനാക്കാനാണ് എ ഗ്രൂപ്പ് നീക്കം. അതുവരെ ഹസന് താൽക്കാലിക ചുമതല നൽകാൻ എ ഗ്രൂപ്പ് ആവശ്യപ്പെടും. എന്നാൽ ഈ നിർദ്ദേശത്തോട് ഐ ഗ്രൂപ്പിന് യോജിപ്പില്ല. സംഘടനാ തെരഞ്ഞെടുപ്പ് വഴി ഉമ്മൻചാണ്ടിയെ KPCC അധ്യക്ഷനാക്കുന്നതിന് ലക്ഷ്യമിട്ടാണ് എ ഗ്രൂപ്പ് നീക്കങ്ങൾ. അതുവരെ ചുമതല നിലവിലെ വൈസ് പ്രസിഡന്റ് MM ഹസന് നൽകണമെന്ന് ആവശ്യപ്പെടും. ഇക്കാര്യത്തിൽ ഉമ്മൻചാണ്ടിക്കൊപ്പമുള്ള നേതാക്കൾ ധാരണയിലെത്തിയിട്ടുണ്ട്. അതേസമയം ഐ ഗ്രൂപ്പ് ഈ നിർദ്ദേശത്തോട് യോജിക്കുന്നില്ല. കാര്യങ്ങൾ ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ എന്നതാണ് ഐ ഗ്രൂപ്പിന്റെ നിലപാട്. അതേസമയം KPCC അധ്യക്ഷ സ്ഥാനത്തിന് ഉമ്മൻചാണ്ടി യോഗ്യനാണെന്ന് വയലാർ രവി അഭിപ്രായപ്പെട്ടു. ഉമ്മൻചാണ്ടി ഞാൻ കേസ് ഉണ്ടാക്കിയ കാലത്ത് ആദ്യമായി എൻ്റെ അടുക്കൽ വന്നിരുന്ന കോട്ടയത്ത് വന്ന നേതാവാണ് ഉമ്മൻചാണ്ടി. അത്രയും വലിയ രാഷ്ട്രീയ പാരമ്പര്യമല്ലോ നേതാവാണ് ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടിക്ക് ഭരണ പരിചയമുണ്ട്. ഞങ്ങളുടെ ബന്ധം വളരെ അരനൂറ്റാണ്ടിലേറെ ബന്ധമുള്ളതാണ്. MM ഹസന് താൽക്കാലിക ചുമതല എന്ന എ ഗ്രൂപ്പ് നിർദ്ദേശത്തോട് ഹൈക്കമാൻഡിന് താൽപ്പര്യമില്ലെന്നാണ് സൂചന. KV തോമസ് ഉൾപ്പെടെയുള്ള നേതാക്കളെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ഹൈക്കമാൻഡ് പരിഗണിക്കുന്നുമുണ്ട്. വിദേശത്ത് ചികിത്സയിലുള്ള സോണിയാഗാന്ധി തിരിച്ചെത്തിയതിനു ശേഷം മാത്രമായിരിക്കും നിർണായക തീരുമാനം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കുണ്ടറയിൽ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ട ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കും വീഴ്ച പറ്റിയെന്ന് സംബന്ധിച്ച് റൂറൽ SP S സുരേന്ദ്രൻ. നിലവിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ ശരിയായ ദിശയിലാണ് അന്വേഷണം നീങ്ങുന്നതെന്നും SP പറഞ്ഞു. കുട്ടിയുടെ അമ്മയെയും മുത്തച്ഛനെയും നുണപരിശോധനയ്ക്ക് വിധേയമാക്കാൻ അനുവാദം ആവശ്യപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥനായ കൊട്ടാരക്കര DYSP B കൃഷ്ണകുമാർ കൊല്ലം ജില്ലാ സെഷൻസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. കുറ്റകൃത്യം നടന്ന ശേഷം സ്ഥലത്തെ പോലീസ് സ്റ്റേഷൻ ചുമതലയുള്ള SI എക്സ്പ്രസ് റിപ്പോർട്ട് തയ്യാറാക്കി കൈമാറണം. സംഭവസ്ഥലം പരിശോധിച്ച് DYSP മുതലുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഗ്രേവ് ക്രൈം റിപ്പോർട്ടും തയ്യാറാക്കണം. ഇത് രണ്ടും യഥാസമയം സമർപ്പിക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്ന് SP പറഞ്ഞു. ഇന്റലിജൻസ് ADGP പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാൻ ഈ മാസം 11-ന് നിർദ്ദേശം നൽകിയിരുന്നു. ആ 11-ന് തന്നെ DYSP SIT രൂപീകരിക്കുകയും ചെയ്തുവെന്നും SP അറിയിച്ചു. കഴിഞ്ഞ 5 വർഷത്തെ സമാന കേസുകളുടെ വിവരങ്ങൾ ചോദിച്ചപ്പോഴും റിവ്യൂ മീറ്റിംഗിലും കുണ്ടറ സംഭവം ആരും ശ്രദ്ധയിൽപ്പെടുത്തിയില്ലെന്നും SP സുരേന്ദ്രൻ പറഞ്ഞു. ഗ്രേവ് ക്രൈം റിപ്പോർട്ടും എക്സ്പ്രസ് റിപ്പോർട്ടും പോലീസ് സ്റ്റേഷനിൽ അയക്കേണ്ടതായിരുന്നു. എക്സ്പ്രസ് റിപ്പോർട്ട് ആ ഗ്രേവ് ക്രൈം ആക്കുമ്പോൾ 17-ാം തീയതി തന്നെ SP-ക്കും IG-ക്കും ADGP-ക്കും ഉൾപ്പെടെ ഉള്ളവർക്ക് ഇതിൽ കൊടുക്കണമായിരുന്നു പോലീസ് സ്റ്റേഷനിൽ. ഇന്ന് വരെ ആ എക്സ്പ്രസ് റിപ്പോർട്ട് കിട്ടിയിട്ടില്ല, ഇതുവരെ കൊടുത്തിട്ടില്ല. കേസന്വേഷണം ക്രൈംബ്രാഞ്ച് പോലുള്ള അന്വേഷണ സംഘത്തിന് കൈമാറണമെന്ന് DCC പ്രസിഡന്റ് ബിന്ദുകൃഷ്ണ ആവശ്യപ്പെട്ടു. ഇത്രയും വലിയൊരു കേസായിട്ടും അതിന്റെ ഗൗരവത്തോടുകൂടി കാണാതെ ലാഘവ ബുദ്ധിയോടെ കണ്ട പോലീസ് എങ്ങനെയാണ് അവർക്ക് വീഴ്ച പറ്റിയെന്ന രീതിയിൽ ആ വസ്തുത സമ്മതിച്ചുകൊണ്ട് അന്വേഷണം നടത്തുന്നത്? ഒരിക്കലും അങ്ങനെ നടത്താൻ സാധ്യതയില്ല. എത്രയും പെട്ടെന്ന് കുണ്ടറ കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ട് യഥാർത്ഥ പ്രതികളെ പിടിക്കേണ്ടിയിരിക്കുന്നു. അതേസമയം കുട്ടിയുടെ അമ്മയെയും മുത്തച്ഛനെയും നുണപരിശോധനയ്ക്ക് വിധേയമാക്കാൻ അനുവാദം ആവശ്യപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥനായ കൊട്ടാരക്കര DYSP B കൃഷ്ണകുമാർ കൊല്ലം ജില്ലാ സെഷൻസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കേരളത്തിൽ പോലീസ് ഇച്ഛാശക്തിയോടുകൂടിയാണ് പ്രവർത്തിക്കുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. പരാതികളിൽ പോലീസ് ശരിയായ രീതിയിൽ ഇടപെടുന്നതുകൊണ്ടാണ് കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നത്. പോലീസുകാർക്ക് തെറ്റുപറ്റിയ സാഹചര്യമുണ്ടായിട്ടുണ്ട്. ചില കേസുകളിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റുന്ന സാഹചര്യമുണ്ടായി. തെറ്റ് ചെയ്യുന്നത് പോലീസ് ഉദ്യോഗസ്ഥരായാലും സർക്കാർ കർശനമായ നടപടി സ്വീകരിക്കുമെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ചികിത്സയിൽ കഴിയുന്ന മന്ത്രി TP രാമകൃഷ്ണനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തി കോടിയേരി സന്ദർശിച്ചു. ആളുകൾ സാധാരണഗതിയിൽ ധൈര്യപൂർവ്വം പരാതി പറയുന്നുണ്ട്. അതുകൊണ്ടാണ് കേസുകളുടെ എണ്ണം കൂടുന്നത്. അതൊരു അസ്വാഭാവികമായിട്ടൊരു കാര്യമല്ല. ഇത്തരം പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ ശക്തമായ നടപടി സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് കേരളത്തിൽ വന്നിരിക്കുന്ന ഒരു പ്രത്യേകത. ആരോപണ വിധേയരാകുന്നവരോ പ്രശ്നത്തിൽ ഇടപെടുന്നവരോ ആരായിരുന്നാലും അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരും എന്ന ഇച്ഛാശക്തിയോടുകൂടിയൊരു പ്രവർത്തനമാണ് കേരള പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഓരോ പ്രശ്നങ്ങളും പരിശോധിച്ചുകൊണ്ട് നടപടി സ്വീകരിക്കുക മാത്രമേ സാധ്യമാവുകയുള്ളൂ. അത് കേരള പോലീസ് ഇപ്പോൾ ശരിയായ നിലയിൽ തന്നെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. തെറ്റ് സംഭവിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അത്തരക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുന്നുണ്ട്. കുറ്റം ചെയ്യുന്നത് പോലീസ് ഉദ്യോഗസ്ഥന്മാരായാലും അവർക്ക് സംരക്ഷണമില്ല. അതാണ് അതിന് സന്ദേശം. നിയമാനുസൃതമായി എല്ലാവരും പ്രവർത്തിക്കണം. ആ നിയമപരമായി പ്രവർത്തിക്കുന്നതിൽ വീഴ്ച വരുത്തുന്ന ഓഫീസർമാരായാലും അവർ നിയമാനുസൃതമായ നടപടിക്ക് വിധേയമാക്കപ്പെടും.
അതൊരു നല്ല സന്ദേശം തന്നെയാണ് ഗവൺമെൻറ് കൊടുക്കുന്നത്. അതുകൊണ്ട് തെറ്റുകൾ ഭാവിയിൽ ആവർത്തിക്കുന്നത് കുറയാൻ ഈ നടപടി കൊണ്ട് സാധിക്കും. കുറ്റവാളികളെ ചോദ്യം ചെയ്യുന്നതിന് അത്യാധുനിക സംവിധാനങ്ങളുള്ള ഇന്ററോഗേഷൻ മുറി ഒരുക്കി സംസ്ഥാന പോലീസ്. തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിലാണ് കേരളത്തിലെ തന്നെ ആദ്യത്തെ മോഡേൺ ഇന്ററോഗേഷൻ റൂം ക്രമീകരിച്ചിരിക്കുന്നത്. തീവ്രവാദ പ്രവർത്തനങ്ങൾ, UAPA, കൊലപാതകങ്ങൾ തുടങ്ങി സുപ്രധാന കേസുകളിലെ കുറ്റവാളികളെയാണ് പുതിയ സംവിധാനത്തിലൂടെ ചോദ്യം ചെയ്യുക. രൂപവും ഭാവവുമൊക്കെ മാറ്റി മുഖം മിനുക്കി മോഡേണായി തന്നെ കേസന്വേഷണത്തെ സമീപിക്കുന്ന പോലീസിനെയാണ് സംസ്ഥാനത്ത് ഇനി കാണുക. ഇതിന്റെ ആദ്യപടിയായാണ് ഇടിമുറിയിലെ ചോദ്യം ചെയ്യലിന് പോലീസ് വിരാമമിടുന്നത്. അത്യാധുനിക സംവിധാനങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്ന ചോദ്യം ചെയ്യൽ മുറി സംസ്ഥാന പോലീസ് തുറന്നിരിക്കുന്നു. മോഡേൺ ഇൻട്രോഗേഷൻ റൂം എന്ന് നാമകരണം ചെയ്തിരിക്കുന്ന മുറി തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിലാണ് സജ്ജമായത്. പുതിയ സംവിധാനത്തിന്റെ ഉദ്ഘാടനം DGP ലോക്നാഥ് ബെഹ്റ നിർവഹിച്ചു. കേരളത്തിൽ എവിടെയിരുന്നും പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഒറ്റ ലോക്കപ്പായി തന്നെ കുറ്റവാളികളെ ചോദ്യം ചെയ്യുന്ന സംവിധാനത്തിന് ഉടൻ തുടക്കം കുറിക്കുമെന്ന് DGP വ്യക്തമാക്കി. ഒബ്സർവർ, കവേർഡ് ഓഡിയോ സിസ്റ്റം, കവേർഡ് വീഡിയോ സിസ്റ്റം എന്നിവ ഉൾപ്പെടുന്നതാണ് ഇൻട്രോഗേഷൻ റൂം. കുറ്റവാളികളെ ചോദ്യം ചെയ്യുന്നത് മറ്റ് ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് ക്യാമറ മോണിറ്ററിംഗ് സംവിധാനമുള്ള വേറൊരു മുറിയിലിരുന്ന് നിരീക്ഷിക്കാനും കുറ്റവാളി അറിയാതെ തന്നെ ചോദ്യം ചെയ്യലിനായി ഉദ്യോഗസ്ഥന് കൂടുതൽ നിർദ്ദേശങ്ങൾ നൽകാനും റൂമിൽ സംവിധാനമുണ്ട്. ചോദ്യം ചെയ്യൽ നടക്കുമ്പോൾ കുറ്റവാളിക്കുണ്ടാകുന്ന ഭാവമാറ്റങ്ങൾ, മറ്റ് മാനറിസം എന്നിവയൊക്കെ അപ്പോൾ തന്നെ രഹസ്യമായി സ്ഥാപിച്ചിരിക്കുന്ന ക്യാമറകൾ വഴി കൺട്രോൾ റൂമിൽ റെക്കോർഡ് ചെയ്യുകയും ചെയ്യും. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലെയും തെരഞ്ഞെടുത്ത പോലീസ് സ്റ്റേഷനുകളിൽ ഇൻട്രോഗേഷൻ റൂമുകൾ സജ്ജമാക്കുന്നുണ്ട്. അത്യാധുനിക രീതിയിലുള്ള ചോദ്യം ചെയ്യൽ സംവിധാനത്തിനാണ് സംസ്ഥാന പോലീസ് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത്. ഏതായാലും ഇത്തരം സംവിധാനങ്ങൾ ജില്ലയിലെ എല്ലാ ഭാഗത്തും ഒരുക്കാൻ തന്നെയാണ് പോലീസിന്റെ നീക്കം. ക്യാമറാമാൻ അജിത്തിനൊപ്പം സുനിൽ അരിമാനു. ലാവ്ലിൻ കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടി സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ ഹരീഷ് സാൽവെ ഹാജരായ വിഷയത്തിൽ തനിക്കെതിരെ ഉയർന്ന ആക്ഷേപത്തെ തള്ളി സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ. താനും ഹരീഷ് സാൽവെയുമായുള്ള കൂടിക്കാഴ്ച തികച്ചും സൌഹാർദ്ദപരമായിരുന്നു. അതിന് ലാവ്ലിൻ കേസുമായി യാതൊരു ബന്ധവുമില്ലെന്നും ലോക്നാഥ് ബെഹ്റ വ്യക്തമാക്കി. CBIയിൽ ജോലി ചെയ്യുന്ന സമയത്ത് തന്റെ നിരവധി കേസുകളിൽ ഹരീഷ് സാൽവെ ഹാജരായിട്ടുണ്ട്. ആ സൗഹൃദം ഇപ്പോഴുമുണ്ട്. അതിന് മറ്റൊരു തരത്തിൽ വാർത്തകൾ നൽകേണ്ടതില്ലെന്നും DGP പറഞ്ഞു. എനിക്കൊന്നും പറയാനില്ല. കാരണം ഒരാളൊക്കെ നമുക്ക് കാണാൻ പറ്റില്ലേ. അദ്ദേഹം എൻ്റെ വക്കീലായിരുന്നു. അദ്ദേഹം ആക്ച്വലി ഞാൻ CBIയിലുള്ള സമയത്ത് ഒത്തിരി കേസിൽ അദ്ദേഹം എനിക്ക് വേണ്ടി അപ്പിയർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അവിടെ ടൗണിലുണ്ടായിരുന്നു. പോയി ഞാൻ കാരണം ഉപഹാർ കേസ് 20 വർഷം പിടിച്ചു, 20 years. അപ്പോൾ ആ കഴിഞ്ഞ അദ്ദേഹം ഫൈനൽ ആർഗ്യുമെൻറ്റ് തീർത്തു. അതുകൊണ്ട് ഞാൻ അദ്ദേഹം പോയി അദ്ദേഹം കാണാൻ വേണ്ടിയിട്ട് പോയി ഞാൻ വന്നു. വിവാദം ഉണ്ടെങ്കിലേ ഞാനൊന്നും പറയാനൊന്നുമില്ല. IG മനോജ് എബ്രഹാമിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവ്. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചുവെന്ന പരാതിയിലാണ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ഉത്തരവിട്ടത്. SP റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. പത്തനംതിട്ട സ്വദേശി PP ചന്ദ്രശേഖരൻ നായരുടെ പരാതിയിലാണ് IG മനോജ് എബ്രഹാമിനെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. 61 ലക്ഷം രൂപ അനധികൃതമായി സമ്പാദിച്ചുവെന്നാണ് പരാതി. പരാതിയിൽ കൊച്ചിയിലെ വിജിലൻസ് സ്പെഷ്യൽ സെൽ ത്വരിതാന്വേഷണം നടത്തിയിരുന്നു. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനമെന്ന ആക്ഷേപത്തിൽ കഴമ്പില്ലെന്നായിരുന്നു ത്വരിതാന്വേഷണത്തിലെ കണ്ടെത്തൽ. ഈ റിപ്പോർട്ട് തള്ളിക്കൊണ്ടാണ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ഉത്തരവിട്ടത്. SP റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്നാണ് കോടതി നിർദ്ദേശം. 3 മാസം കൂടുമ്പോൾ അന്വേഷണ പുരോഗതി അറിയിക്കണമെന്നും കോടതി ഉത്തരവിട്ടു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ക്രോണിനെതിരെ മിഷേലിന്റെ സുഹൃത്തുക്കളുടെ മൊഴി. ക്രോണിൻ മിഷേലിനെ ഏറെ മാനസിക സമ്മർദ്ദത്തിലാക്കിയിരുന്നുവെന്ന് സുഹൃത്തുക്കൾ ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകി. ക്രോണിൻ മിഷേലിനെ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന മറ്റൊരു സുഹൃത്ത് പോലീസിന് നേരത്തെ മൊഴി നൽകിയിരുന്നു. ഈ സുഹൃത്തുൾപ്പെടെ ക്രൈംബ്രാഞ്ച് കൂടുതൽ പേരുടെ മൊഴിയെടുക്കും. ചെന്നൈയിലും ബാംഗ്ലൂരിലുമുള്ള മിഷേലിന്റെ സുഹൃത്തുക്കളാണ് ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയിരിക്കുന്നത്. ക്രോണിൻ മിഷേലിനെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാക്കിയിരുന്നുവെന്ന് ഇരുവരും നേരത്തെ പോലീസിന് മൊഴി നൽകിയിരുന്നു. ക്രൈംബ്രാഞ്ചിനോടും ഈ മൊഴി ആവർത്തിക്കുകയായിരുന്നു. ഛത്തീസ്ഗഡിൽ ജോലി ചെയ്യുന്ന ക്രോണിൻ അവധിക്ക് നാട്ടിലെത്തുമ്പോൾ മിഷേലുമായി നേരിട്ട് കണ്ട് സംസാരിക്കാറുണ്ട്. അപ്പോഴെല്ലാം വാക്കുതർക്കമുണ്ടാവുകയും മിഷേലിനെ മാനസിക സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യാറുണ്ടെന്നും ഇക്കാര്യം മിഷേൽ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും സുഹൃത്തുക്കൾ മൊഴി നൽകി. ഒരിക്കൽ മിഷേലിന്റെ ഹോസ്റ്റലിന് സമീപം വെച്ച ക്രോണിൻ മിഷേലിനെ മർദ്ദിച്ചിരുന്നുവെന്ന് മറ്റൊരു സുഹൃത്ത് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഈ സുഹൃത്ത് ഉൾപ്പെടെ കൂടുതൽ പേരിൽ നിന്ന് ക്രൈംബ്രാഞ്ച് മൊഴിയെടുക്കും. ഈ മാസം 24 വരെ ക്രോണിനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടിരുന്നു. കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് ക്രോണിനെ ഛത്തീസ്ഗഡിൽ എത്തിച്ച് തെളിവെടുക്കാനും ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കൊടും വരൾച്ചയെ തുടർന്ന് വയനാടൻ കാർഷിക മേഖല തകർന്നു. എന്നാൽ കാലാവസ്ഥാ വ്യതിയാനത്തെയും രൂക്ഷമായ ജലക്ഷാമത്തെയും അതിജീവിക്കാൻ വയനാട്ടിലെ പരമ്പരാഗത കിഴങ്ങുവർഗ്ഗങ്ങൾക്ക് ശേഷിയുണ്ട്. ഇതോടെ ഒരു വിഭാഗം കർഷകർ കിഴങ്ങുവർഗ്ഗങ്ങളുടെ ഉൽപ്പാദനത്തിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. മലമുകളിൽ പടരുന്ന കാട്ടുതീ, താഴെ വരണ്ടുണങ്ങിയ കൃഷിഭൂമി, ജലക്ഷാമവും കൃഷിയിറക്കാനാവാത്ത വരണ്ട കാലാവസ്ഥയും ആദിവാസി ഊരുകളെ ദുരിതത്തിലാക്കുന്നു.
വരണ്ടുണങ്ങിയ ഭൂമിയിൽ അവശേഷിക്കുന്നത് കിഴങ്ങുവർഗ്ഗങ്ങൾ മാത്രം. മിക്കയിടത്തും മരച്ചീനി കൃഷി ചെയ്യുന്ന കർഷകരെ കാണാം. മരച്ചീനിക്ക് വെള്ളം ഉണ്ടെങ്കിൽ നല്ലതാണ്, പക്ഷെ കാര്യമായിട്ട് വലിയ കുഴപ്പമില്ല. അധികം വെള്ളമില്ലെങ്കിലും ഒരു വിധം കുടിച്ചു. 27 ഇനം കാച്ചിലുകളടക്കം 102 ഇനം കിഴങ്ങുവർഗ്ഗങ്ങൾ വയനാട്ടിലുണ്ടായിരുന്നു. ഗോത്രവർഗ്ഗക്കാരുടെ ഇഷ്ടഭക്ഷണമായിരുന്ന ഇവയിലെ പലതും ഇന്ന് നാമാവശേഷമായി കൊണ്ടിരിക്കുകയാണ്. ജലലഭ്യത കുറഞ്ഞ മണ്ണിലും വളരാനാവുമെന്നതാണ് ഇവയുടെ പ്രത്യേകത. കാലാവസ്ഥാ വ്യതിയാനത്തിൽ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ള കാർബൺ ഡയോക്സൈഡിൻ്റെ വർധനമാണല്ലോ. ആ കാർബൺ ഡയോക്സൈഡിനെ ഏറ്റവും കൂടുതൽ ആഗിരണം ചെയ്യുന്ന സസ്യങ്ങളിൽ കാർഷിക വിളകളിൽ ഈ കിഴങ്ങ് വിളകൾ തന്നെയാണ് മുമ്പിൽ. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും രൂക്ഷമായ വരൾച്ചയെ നേരിടാൻ എല്ലാവരും ഒരുങ്ങുമ്പോൾ ഒരു വിഭാഗം കർഷകർ വയനാടൻ കിഴങ്ങുകളുടെ ഉൽപ്പാദനത്തിലേക്ക് മടങ്ങുകയാണ്. കാലാവസ്ഥാ വ്യതിയാനത്തെയും ആഗോളതാപനത്തെയും അതിജീവിക്കാനുള്ള ശേഷി വയനാടൻ കിഴങ്ങുവർഗ്ഗങ്ങൾക്കുണ്ട്. എന്നാൽ ഇവയ്ക്ക് വിപണി ലഭിക്കുന്നില്ല എന്നതാണ് കർഷകർ നേരിടുന്ന യഥാർത്ഥ പ്രശ്നം. ബത്തേരിയിൽ നിന്ന് കെ രാജേന്ദ്രൻ. മൈക്രോ ഫിനാൻസ് സ്ഥാപനമായ ഇസാഫിന്റെ സ്മോൾ ഫിനാൻസ് ബാങ്കിന് തുടക്കമായി. ബാങ്കിന്റെ ഉദ്ഘാടനം തൃശൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. 25 വർഷത്തെ പ്രവർത്തനത്തിലൂടെ ജനങ്ങളിൽ വിശ്വാസമർപ്പിക്കാൻ ഇസാഫിനായെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ATM ഡെബിറ്റ് കാർഡുകളുടെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നിർവഹിച്ചു. ഇസാഫ് ഫൗണ്ടറും മാനേജിംഗ് ഡയറക്ടറുമായ കെ പോൾ തോമസ് പരിപാടിയിൽ സന്നിഹിതനായി. രാജ്യത്തെ ആദ്യത്തെ സ്മോൾ ഫിനാൻസ് ബാങ്കുകളിലൊന്നാണ് ഇസാഫ്. നാഷണൽ ചൈൽഡ് ഡെവലപ്മെന്റ് കൌൺസിൽ കേരള റീജിയന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന അഡ്വാൻസ്ഡ് മെഡിറ്റേഷൻ പരിശീലനം മലപ്പുറത്ത് തുടങ്ങി. വിവിധ പ്രാണായാമങ്ങൾ, മെഡിറ്റേഷനുകൾ തുടങ്ങിയ വിഷയങ്ങളിൽ ക്ലാസും പരിശീലനവുമാണ് ക്യാമ്പിൽ നടക്കുന്നത്. 16 വയസ്സിന് മുകളിലുള്ളവർക്കാണ് പ്രവേശനം. ഒരു ലോകം ഒരു ഭാഷാ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ബാബ അലക്സാണ്ടറാണ് പരിശീലകൻ. മുനവർ അലി ശിഹാബ് തങ്ങൾ, പാലോളി അബ്ദുറഹ്മാൻ, സീന ഷാനവാസ്, PP മുഹമ്മദ് അലി ഹാജി തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു.